എംബെഡഡ് ക്വസ്റ്റ്യൻസ്. അതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. സാധാരണ ഇംഗ്ലീഷ് പഠിക്കുന്ന ആളുകൾക്ക് ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ബുദ്ധിമുട്ട് പിടിച്ച കാര്യമാണ്. കാരണം ക്വസ്റ്റ്യൻസ് നമ്മൾ ഫ്രെയിം ചെയ്യുമ്പോൾ നമുക്ക് വേർഡ് ഓർഡർ മാറ്റേണ്ടി വരാറുണ്ട്. അപ്പോൾ അത് ഒരു ബുദ്ധിമുട്ട് പിടിച്ച കാര്യമാണ് ചിലർക്കൊക്കെ. എംബെഡഡ് ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ മാറ്റിയ വേർഡ് ഓർഡറിനെ തിരിച്ച് അതിൻ്റെ സാധാരണ ആ ഒരു വേർഡ് ഓർഡറിലേക്ക് തന്നെ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അത് കൂടുതൽ കൺഫ്യൂസിംഗ് ആയിട്ട് മാറും. പക്ഷേ ഇന്നത്തെ നമ്മുടെ ഈ ലെസൺ കഴിയുമ്പോഴേക്കും ഏത് കൺഫ്യൂഷനും മാറും. എംബെഡഡ് ക്വസ്റ്റ്യൻസ് എന്താണ്, അതെങ്ങനെ ഉണ്ടാക്കും എന്നൊക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. എന്താണ് എംബെഡഡ് ക്വസ്റ്റ്യൻസ്? ഒരു ക്വസ്റ്റ്യൻ്റെ ഉള്ളിൽ ഉള്ള വേറൊരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിൻ്റെ ഉള്ളിലുള്ള വേറെ ക്വസ്റ്റ്യൻ. അപ്പോൾ എക്സാമ്പിൾ കൂടി നമുക്കത് ഈസി ആയിട്ട് പഠിക്കാം. ഇപ്പോൾ എവിടെയാണ് പോസ്റ്റ് ഓഫീസ് എന്ന് ചോദിക്കുന്നു. എവിടെയാണ് പോസ്റ്റ് ഓഫീസ്? അത് സാധാരണ ഒരു ക്വസ്റ്റ്യനാണ്, ഒരു റെഗുലർ ക്വസ്റ്റ്യനാണ്. വേർ ഇസ് ദ പോസ്റ്റ് ഓഫീസ്? ഇതിന് പകരം എവിടെയാണ് പോസ്റ്റ് ഓഫീസ് എന്ന് നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിച്ചാലോ? എവിടെയാണ് പോസ്റ്റ് ഓഫീസ് എന്ന് നിങ്ങൾക്ക് അറിയുമോ? അതല്ലെങ്കിൽ എനിക്കറിയാം എവിടെയാണ് പോസ്റ്റ് ഓഫീസ് എന്ന്. ഇങ്ങനെയൊക്കെ പറയില്ലേ? നിങ്ങൾക്കറിയുമോ എവിടെയാണ് പോസ്റ്റ് ഓഫീസ് എന്ന്? അപ്പോൾ നിങ്ങൾക്കറിയുമോ എന്ന ഒരു എക്സ്പ്രഷൻ അവിടെ വെച്ചു, ക്വസ്റ്റ്യന് മുമ്പിൽ വെച്ചു. പക്ഷേ അങ്ങനെ വയ്ക്കുമ്പോൾ ആ വേർഡ് ഓർഡറൊക്കെ മാറ്റേണ്ടതുണ്ട്. അവിടെയാണ് എംബെഡഡ് ക്വസ്റ്റ്യൻസ് ബുദ്ധിമുട്ടായിട്ടും അതുപോലെ കൺഫ്യൂസിംഗ് ആയിട്ടും ഒക്കെ മാറുന്നത്. നമുക്ക് ഓരോ എക്സാമ്പിൾ വരുമ്പോൾ വളരെ ഈസി ആയിട്ട് ഇത് മനസ്സിലാവും. ഇപ്പോൾ വേർ ഇസ് ദ പോസ്റ്റ് ഓഫീസ് എന്ന് ചോദിച്ചാൽ എവിടെയാണ് പോസ്റ്റ് ഓഫീസ്? വേർ ഇസ് ദ ബാങ്ക് എന്ന് ചോദിച്ചാൽ എവിടെയാണ് ബാങ്ക്? വേർ ഇസ് യുവർ ഹൗസ് എന്ന് ചോദിച്ചാൽ എവിടെയാണ് നിങ്ങളുടെ വീട്? ഇതൊക്കെ റെഗുലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എവിടെയാണ് സ്കൂൾ? എവിടെയാണ് വീട്? എന്താണ് നിങ്ങളുടെ പേര്? എന്നൊക്കെ. പക്ഷേ ഇതിന് പകരം വേർ ഇസ് ദ പോസ്റ്റ് ഓഫീസ് എന്നതിന് പകരം നിങ്ങൾക്കറിയുമോ എവിടെയാണ് പോസ്റ്റ് ഓഫീസ് എന്ന്? ഡു യു നോ വേർ ദ പോസ്റ്റ് ഓഫീസ് ഈസ് എന്നായി. ഡു യു നോ വേർ ദ പോസ്റ്റ് ഓഫീസ് ഈസ്? നോക്കൂ, ആ വേർഡ് ഓർഡർ മാറിയത്. വേർ ഇസ് ദ പോസ്റ്റ് ഓഫീസ്? വേർ എന്ന് കഴിഞ്ഞിട്ട് ഈസ് ആണ് ഉപയോഗിച്ചത്. പക്ഷേ അതൊക്കെ മാറ്റി വേർ ദ പോസ്റ്റ് ഓഫീസ് ഈസ് എന്നാക്കി മാറ്റി. ഇനി എന്നോട് പറയുമോ എവിടെയാണ് പോസ്റ്റ് ഓഫീസ് എന്ന്? ക്യാൻ യു ടെൽ മീ വേർ ദ പോസ്റ്റ് ഓഫീസ് ഈസ്? അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യന് മുൻപ് ഒരു എക്സ്പ്രഷൻ ചേർക്കുകയാണ്. ഒരു ഇൻട്രൊഡക്ടറി ആയിട്ടുള്ള വേറൊരു എക്സ്പ്രഷൻ നമ്മൾ ചേർക്കുന്നു. അങ്ങനെ ചേർത്താൽ നമുക്ക് ആ വേർഡ് ഓർഡർ മാറ്റണം. അതാണ് എംബെഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻട്രൊഡക്ടറി ആയിട്ട് ചേർക്കുന്ന എക്സ്പ്രഷൻ ക്യാൻ യു ടെൽ മീ എന്ന് ചേർക്കാം. നിങ്ങൾക്കറിയുമോ ഡു യു നോ എന്ന് ചേർക്കാം. വുഡ് യു നോ എന്ന് ചേർക്കാം. വുഡ് യു ഹാപ്പൻ ടു നോ? ഇങ്ങനെയൊക്കെ നമുക്ക് ഇൻട്രൊഡക്ടറി ആയിട്ട് ഒരു എക്സ്പ്രഷൻ ചേർക്കാം. അങ്ങനെ എക്സ്പ്രഷൻ ചേർത്തിട്ട് പിന്നീട് ക്വസ്റ്റ്യൻ പറയുമ്പോഴാണ് അവിടെ വേർഡ് ഓർഡർ മാറ്റേണ്ടത്. ഡു യു നോ വേർ ദ പോസ്റ്റ് ഓഫീസ് ഈസ് എന്നാണ് കറക്റ്റായിട്ട് വേണ്ടത്. ക്യാൻ യു ടെൽ മീ വേർ ദ പോസ്റ്റ് ഓഫീസ് ഈസ് എന്നാണ് വേണ്ടത്. നിങ്ങൾക്ക് എന്നോട് പറയാൻ പറ്റുമോ എന്നാണ് വേർ ദ പോസ്റ്റ് ഓഫീസ് ഈസ്. ക്യാൻ യു ടെൽ മീ വേർ ഈസ് ദ പോസ്റ്റ് ഓഫീസ് എന്ന് ചോദിച്ചാൽ അത് റോങ് സെൻറ്റൻസ് ആയി. ഇനി വേറൊരു എക്സാമ്പിൾ. ഹു വാസ് ദാറ്റ് മാൻ? ഹു വാസ് ദാറ്റ് മാൻ? ആ മനുഷ്യൻ ആരായിരുന്നു എന്നല്ലേ? ഹു വാസ് ദാറ്റ് മാൻ? അത് റെഗുലർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി നിങ്ങൾക്ക് എന്നോട് പറയാൻ പറ്റുമോ ആ മനുഷ്യൻ ആരായിരുന്നെന്ന്? ക്യാൻ യു ടെൽ മീ ഹു ദ മാൻ വാസ്? ഹു വാസ് ദ മാൻ അല്ല, ഹു ദ മാൻ വാസ്. അതല്ലെങ്കിൽ ഡു യു നോ ഹു ദ മാൻ വാസ്? നോക്കൂ, ഡു യു നോ എന്ന ഒരു എക്സ്പ്രഷൻ അവിടെ ചേർത്തു. അപ്പോൾ വേർഡ് ഓർഡർ മാറ്റണം. ഇപ്പോൾ ഡു യു നോ അല്ലെങ്കിൽ ക്യാൻ യു ടെൽ മീ, വുഡ് യു ടെൽ മീ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ഒരു ക്വസ്റ്റ്യൻ ഫോമിൽ തന്നെയാണ്. ഒരു ക്വസ്റ്റ്യൻ്റെ ഉള്ളിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് അത് വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ തന്നെ വേണമെന്നില്ല. എനിക്കറിയാം പോസ്റ്റ് ഓഫീസ് എവിടെയാണെന്ന്. ഐ നോ വേർ ദ പോസ്റ്റ് ഓഫീസ് ഈസ്. നോക്കൂ, അത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആ ഒരു ക്വസ്റ്റ്യൻ്റെ ഉള്ളിലുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ല, ഒരു സെൻറ്റൻസിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ. അത്തരത്തിലും എംബെഡഡ് ക്വസ്റ്റ്യൻസ് ആകാം.
ഐ ഡോണ്ട് നോ വേർ ദ പോസ്റ്റ് ഓഫീസ് ഈസ്. പോസ്റ്റ് ഓഫീസ് എവിടെയാണെന്ന് എനിക്കറിയില്ല. അതേസമയം ഐ ഡോണ്ട് നോ വേർ ഈസ് ദ പോസ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞാൽ അത് സെൻറ്റൻസ് റോങ് ആയി. ഐ ആം നോട്ട് ഷുവർ വേർ ദ പോസ്റ്റ് ഓഫീസ് ഈസ്. ഐ ആം നോട്ട് ഷുവർ, എനിക്ക് ഉറപ്പില്ല എവിടെയാണെന്ന്. ഐ ആം നോട്ട് ഷുവർ വേർ ദ പോസ്റ്റ് ഓഫീസ് ഈസ്. ഐ ആം നോട്ട് ഷുവർ വേർ ഇസ് ദ പോസ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞാൽ റോങ്. ഹൗ മച്ച് വാസ് ദ സെൽ ഫോൺ. എത്രയായിരുന്നു ആ സെൽ ഫോണിന്, അതിന് എത്രയായിരുന്നു വില എന്നാണ് ചോദിക്കുന്നത്. ഹൗ മച്ച് വാസ് ദ സെൽ ഫോൺ. അത് റെഗുലർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നിങ്ങൾക്ക് എന്നോട് പറയാൻ പറ്റുമോ ആ സെൽ ഫോണിന് എത്രയായിരുന്നു എന്ന്? ക്യാൻ യു ടെൽ മീ ഹൗ മച്ച് ദ സെൽ ഫോൺ വാസ്. നിങ്ങൾക്ക് അറിയുമോ ആ സെൽ ഫോണിന് എത്രയായിരുന്നു എന്ന്? ഡു യു നോ ഹൗ മച്ച് ദ സെൽ ഫോൺ വാസ്. ഹൗ ഓൾഡ് ഈസ് ഹീ. അവന് എത്ര വയസ്സായി എന്നാണ്. അതൊരു റെഗുലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഹൗ ഓൾഡ് ഈസ് ഹീ. എനിക്കറിയില്ല അവന് എത്ര വയസ്സാണെന്ന്. ഐ ഡോണ്ട് നോ ഹൗ ഓൾഡ് ഹീ ഈസ്. നോക്കൂ, ഈസ് ഹീ എന്നത് ഹീ ഈസ് എന്നായിട്ട് മാറി. വാട്ട് ടൈം ഈസ് ദ ഫ്ലൈറ്റ്. ഫ്ലൈറ്റ് എത്ര മണിക്കാണ്? റെഗുലർ ക്വസ്റ്റ്യൻ ആണ്. എനിക്കറിയില്ല ഫ്ലൈറ്റ് എപ്പോഴാണെന്ന്. ഐ ഡോണ്ട് നോ വാട്ട് ടൈം ദ ഫ്ലൈറ്റ് ഈസ്. എംബെഡഡ് ക്വസ്റ്റ്യൻ. വേർ ഹാസ് ഹീ ഗോൺ. അവൻ എവിടെയാണ് പോയത്? വേർ ഹാസ് ഹീ ഗോൺ. റെഗുലർ ക്വസ്റ്റ്യൻ. എനിക്കറിയില്ല അവൻ എവിടെയാണ് പോയതെന്ന്. ഐ ഡോണ്ട് നോ വേർ ഹീ ഹാസ് ഗോൺ. വേർ ഹാസ് ഹീ ഗോൺ അല്ല, വേർ ഹീ ഹാസ് ഗോൺ. എംബെഡഡ് ക്വസ്റ്റ്യൻ ആണത്. വാട്ട് ആർ ദേ ഡൂയിങ്. അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എനിക്കറിയാം അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. ഐ നോ വാട്ട് ദേ ആർ ഡൂയിങ്. ആർ ദേ ഡൂയിങ് അല്ല, വാട്ട് ദേ ആർ ഡൂയിങ്. റെഗുലർ ക്വസ്റ്റ്യൻ ആവുമ്പോൾ വാട്ട് ആർ ദേ ഡൂയിങ് ആണ്. എംബെഡഡ് ക്വസ്റ്റ്യൻ ആയപ്പോൾ വാട്ട് ദേ ആർ ഡൂയിങ് ആണ്. ഇനി പ്രസൻറ്റ് ടെൻസിലെയോ അല്ലെങ്കിൽ പാസ്റ്റ് സിമ്പിൾ ടെൻസിലെയോ ഒക്കെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് ഡു, ഡസ് അല്ലെങ്കിൽ ഡിഡ് ഒക്കെ ഉണ്ടാവും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ, വേർ ഡിഡ് ഹീ ഗോ. അവൻ എവിടെ പോയി എന്നാണ്. അതൊരു റെഗുലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിനെ ഒരു എംബെഡഡ് ക്വസ്റ്റ്യൻ ആക്കി മാറ്റുമ്പോൾ നമുക്ക് നിങ്ങൾക്കറിയുമോ അവൻ എവിടെയാണ് പോയതെന്ന്? നിങ്ങൾക്കറിയുമോ? ഡു യു നോ വേർ ഹീ വെൻറ്റ്. നോക്കൂ, ഡിഡ് എന്നത് മാറ്റി വേർ ഹീ വെൻറ്റ്. എനിക്കറിയില്ല അവൻ എവിടെയാണ് പോയതെന്ന്. ഐ ഡോണ്ട് നോ വേർ ഹീ വെൻറ്റ്. ഐ ആം നോട്ട് ഷുവർ വേർ ഹീ വെൻറ്റ്. എനിക്ക് ഉറപ്പില്ല അവൻ എവിടെയാണ് പോയതെന്ന്. വേർ ഡു ദേ വർക്ക് എന്ന് പറഞ്ഞാൽ അതൊരു റെഗുലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അവരെവിടെയാണ് വർക്ക് ചെയ്യുന്നത്? വേർ ഡു ദേ വർക്ക്. നിങ്ങൾ എന്നോട് പറയുമോ അവർ എവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്? നിങ്ങൾ എന്നോട് പറയുമോ? ക്യാൻ യു ടെൽ മീ വേർ ദേ വർക്ക്. ഇനി വേർ ഡിഡ് ദേ വർക്ക് എന്ന് പറഞ്ഞാൽ അവർ എവിടെയാണ് വർക്ക് ചെയ്തത്? നിങ്ങൾ എന്നോട് പറയുമോ അവർ എവിടെയാണ് വർക്ക് ചെയ്തതെന്ന്? അതെങ്ങനെ പറയും? ക്യാൻ യു ടെൽ മീ വേർ ദേ വർക്ക്ഡ്. പാസ്റ്റ് ടെൻസ് ആണ്, അതുകൊണ്ടാണ് വേർ ദേ വർക്ക്ഡ്. ഡിഡൊക്കെ എടുത്ത് മാറ്റി. വേർ ഡസ് ഹീ ലീവ്. അവൻ എവിടെയാണ് താമസിക്കുന്നത്? വേർ ഡസ് ഹീ ലീവ്. അത് റെഗുലർ ക്വസ്റ്റ്യൻ. നിങ്ങൾക്കറിയുമോ അവൻ എവിടെയാണ് താമസിക്കുന്നതെന്ന്? ഡു യു നോ വേർ ഹീ ലീവ്സ്. ഡസ് മാറ്റി വേർ ഹീ ലീവ്സ്. വാട്ട് ഡിഡ് ദ നൈബേഴ്സ് സേ. നൈബേഴ്സ് എന്താണ് പറഞ്ഞത്? റെഗുലർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്നോട് പറയുമോ നൈബേഴ്സ് എന്താണ് പറഞ്ഞതെന്ന്? ക്യാൻ യു ടെൽ മീ വാട്ട് ദ നൈബേഴ്സ് സെഡ്. ഞാൻ ഓർക്കുന്നില്ല നൈബേഴ്സ് എന്താണ് പറഞ്ഞതെന്ന്. ഐ ഡോണ്ട് റിമെമ്പർ വാട്ട് ദ നൈബേഴ്സ് സെഡ്. ഇപ്പോൾ എംബെഡഡ് ക്വസ്റ്റ്യൻസ് എന്താണ് എന്ന് മനസ്സിലായല്ലോ.